വർക്ക് ആൻഡ് എനർജി എന്ന പാഠത്തിന്റെ റിവിഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം വർക്ക് എന്നൊരു കാര്യമാണ്. ഓക്കെ, വർക്ക് എന്ന് വെച്ചാൽ പ്രവൃത്തി. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് എന്നാണ്. അതായത് നമ്മൾ ഒരു വസ്തുവിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ ചലിച്ചെങ്കിൽ, അതായത് മൂവ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ ചലനം ഉണ്ടായാൽ നമുക്ക് പറയാം ഈ ഫോഴ്സ് ഇതിന് മേലെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. ഓക്കെ, എന്താണ്? വർക്ക് ഈസ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയാം ഒരു ഫോഴ്സ്. നോക്കിക്കോളൂ, ഇവിടെ ഈ കുട്ടി ഈ പാറയെ പുഷ് ചെയ്യുന്നുണ്ട് അല്ലേ? എ ബോയ് ഈസ് പുഷിങ് എ റോക്ക്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ആണ് പ്രയോഗിച്ചത് ഈ ഒരു ഡയറക്ഷനിൽ. പക്ഷേ ഈ ഡയറക്ഷനിൽ ഈ പാറ മൂവ് ചെയ്യുന്നുണ്ടോ? ഈ റോക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ഓക്കെ, ഇനി എ മാൻ ഈസ് പുഷിങ് എ ട്രോളി. ഈ ഒരു ഡയറക്ഷനിൽ മാൻ ട്രോളിയെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രോളി അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഈ ഇദ്ദേഹം പ്രയോഗിച്ച ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അത്തരം എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. ഒരു ലോറിയിൽ മുകളിലേക്ക് ഇങ്ങനെ ഗുഡ്സ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുകളിലേക്കല്ലേ ഫോഴ്സ് പ്രയോഗിച്ചത്? ഏതിലാണ് ഫോഴ്സ് പ്രയോഗിക്കപ്പെട്ടത്? ഈ ഗുഡ്സിലല്ലേ. അപ്പൊ അത് മുകളിലോട്ട് തന്നെയല്ലേ മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇവിടെ തലയിൽ ചുമടുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. മുകളിലേക്കാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. പക്ഷേ മുകളിലേക്ക് ചുമട് നീങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ വർക്ക് ഇല്ല എന്ന് പറയാം. ഓക്കെ, മാൻ സ്റ്റാൻഡിങ് വിത്ത് ലോഡ് ഓൺ ഹിസ് ഹെഡ്. അപ്പൊ ഇവിടെ ലോഡിലാണ് ഫോഴ്സ് പ്രയോഗിക്കപ്പെട്ടത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയും ഫിസിക്സിൽ. ഓക്കെ, മെഷർ ഓഫ് വർക്ക് ആണ്. ഒരു വർക്ക് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, എങ്ങനെ നമുക്ക് അളക്കാം എന്നാണ് പറയുന്നത്. അതിന് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, വെൻ വി മൂവ് ഒബ്ജക്ട്സ് അക്രോസ് എ ഫ്ലോർ. ഒരു ഫ്ലോറിൽ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു വീൽ ചെയർ പുഷ് ചെയ്യുന്നുണ്ടോ? വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. തറയിലുള്ള ഈ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെതിരെയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, വർക്ക് ഡൺ. വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഒന്ന് ഫോഴ്സ്. നമ്മൾ എത്ര ഫോഴ്സ് അതിൽ പ്രയോഗിക്കുന്നുണ്ട് ഒരു ഒബ്ജക്റ്റിൽ നിന്ന്. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ആ വസ്തു എത്ര ദൂരം മുന്നോട്ട് നീങ്ങി, അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്. ഈ രണ്ട് ഫാക്ടേഴ്സ് ഇല്ലേ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വർക്ക് ഡൺ is equal to force multiplied by displacement. Okay, work done W is equal to force F എന്ന സിമ്പൽ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഡിസ്പ്ലേസ്മെന്റിനെ S എന്ന സിമ്പൽ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. W is equal to F. സിമ്പിൾ അല്ലേ? ഓക്കെ, വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ആയി, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വർക്ക് ഡൺ. ഈ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഡൺ ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ്, ഗുണനഫലം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് and the displacement of the object in the direction of the applied force. അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ, ന്യൂട്ടൺ മീറ്റർ. പക്ഷേ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ നമ്മൾ മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, എന്താണത്? ജൂൾ. ഓക്കെ, ജൂൾ. ഒരു ന്യൂട്ടൺ മീറ്റർ എന്നതിന് പറയുന്ന പേര് തന്നെയാണ് ജൂൾ എന്ന്. ഓക്കെ, നിങ്ങൾ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ജൂൾ എന്ന് എഴുതിയാൽ മതി. ജൂൾ. ഓക്കെ, ജൂൾ. ജെ എന്ന ക്യാപിറ്റൽ ലെറ്റർ ജെ കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. നോക്കിക്കോളൂ, നമ്മളൊരു തറയിലുള്ള ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തിനെതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? താഴോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നമ്മൾ മുകളിലോട്ട് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത്തരം വർക്ക് ഡൺ നമ്മൾ പറയും വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പൊ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയാം. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് W is equal to mgh. സിമ്പിൾ ആണ്. എന്താണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി? ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ, മുകളിലോട്ട് ഉയർത്തുന്നു എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനുള്ള ഇക്വേഷൻ ആണ് W is equal to mgh. ഇവിടെ M എന്ന് വെച്ചാൽ
മാസ് ആണ്. എത്ര മാസ്? 5 കിലോഗ്രാം ആണോ 6 കിലോഗ്രാം ആണോ അങ്ങനെയാണ്. ജി എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായല്ലോ. 10 മീറ്റർ ആയിട്ട് പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാം. എച്ച് എന്ന് വെച്ചാൽ എത്ര ഉയരത്തിലേക്കാണ് അതിനെ ഉയർത്തിയത് എന്നാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ്, കൊണ്ട് ഉയർത്താൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 ഗ്രാം ടു എ ഹൈറ്റ് 1 മീറ്റർ. ഇവിടെ എം കിട്ടി, മാസ് 100 ഗ്രാം, പക്ഷെ കിലോഗ്രാമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം എന്ന് വെച്ചാൽ അത് 0.1 കിലോഗ്രാം ആണ്. ഓക്കെ, 100 ഗ്രാം എന്ന് വെച്ചാൽ 0.1 കിലോഗ്രാം ആണ്. ജി എം ജി എച്ച് അല്ല ഇക്വേഷൻ. ജി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എച്ച് പറഞ്ഞാൽ 1 മീറ്റർ ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എച്ച് 1 മീറ്റർ. ഇത് മൂന്നും ഗുണിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസറിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഓക്കെ, ഇനി നെഗറ്റീവ് വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ചെരുവില് ഒരു സ്ലോപ്പിൽ ഒരു കാറ് നിർത്തിയിട്ടുണ്ട് വിചാരിച്ചോളൂ. ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. ഈ കാറ് താഴോട്ട് ഉരുളുകയാണ്. ഓക്കെ, നിങ്ങൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷനിൽ. പക്ഷേ കാറ് പോകുന്നത് നിങ്ങൾ ഫോഴ്സ് പ്രയോഗിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ വർക്ക് ഒരു നെഗറ്റീവ് വർക്കായിട്ട് പറയാം. എന്താണ്? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത്തരം വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഓക്കെ, ആ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ ആ വർക്കിനെ പറയും ദ വർക്ക് ഈസ് പോസിറ്റീവ്. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എന്നാണ്. അതായത് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ വസ്തു ചലിക്കുന്നതെങ്കിൽ, അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. The work done on a stone by the applied force when we throw a stone upwards. അതായത് നമ്മൾ സ്റ്റോണിനെ മുകളിലേക്ക് എറിഞ്ഞു. ഫോഴ്സ് പ്രയോഗിച്ചത് മുകളിലേക്കാണല്ലോ. ആ സ്റ്റോണിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റോ അതും മുകളിലേക്ക് തന്നെയല്ലേ. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയും പോസിറ്റീവ് വർക്കാണെന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. The work done by the force of gravity on a stone when it is thrown up. അതായത് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. മുകളിലേക്ക് സ്റ്റോൺ പോകുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതുകൊണ്ടാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എനർജി എന്ന ടോപ്പിക്കാണ്. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി. ആദ്യം നമുക്ക് എന്താണ് എനർജി എന്ന് നോക്കാം. വാട്ട് ഈസ് എനർജി? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി. സിമ്പിൾ അല്ലേ? എന്താണ്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ എനർജി അറിയാം നിങ്ങൾക്ക്, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇതൊക്കെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ജൂൾ. ഓക്കെ, വർക്കിന്റെ അതേ യൂണിറ്റ് തന്നെയാണ് ജൂൾ. ഈ ഒരു കൺവേർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ ആണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. 1 കിലോ കലോറി എന്ന് വെച്ചാൽ 4200 ജൂൾ. ഓക്കെ, അടുത്ത മെക്കാനിക്കൽ എനർജി എന്ന ടോപ്പിക്കാണ്. മെക്കാനിക്കൽ എനർജി ഈസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ് ദെയർ മോഷൻ, ചലനം, പൊസിഷൻ, സ്ഥാനം ഓർ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇതില് മോഷൻ കൊണ്ടുണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയെ പറയുന്നതാണ് കൈനറ്റിക് എനർജി. ഓക്കെ, പിന്നെ പൊസിഷൻ കാരണമോ കോൺഫിഗറേഷൻ കാരണമോ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എന്താണ്? 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി ആണുള്ളത്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഇതിൽ മോഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു വസ്തുവിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം, എനർജി. ഓക്കെ, അതാണ് കൈനറ്റിക് എനർജി. ഇതിൽ പൊട്ടൻഷ്യൽ എനർജി 2 വിധമുണ്ട് പറഞ്ഞു, 2 തരമുണ്ടെന്ന് പറഞ്ഞല്ലോ. പൊസിഷൻ കാരണവും കോൺഫിഗറേഷൻ കാരണവും. അതെന്താണെന്ന് അറിയണമല്ലോ.
ഇതിൽ പൊസിഷൻ കാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കിക്കോളൂ, ഒരു കാറ് ഒരു നിശ്ചിത ഹൈറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഒരു സ്ഥാനം കാരണം, ഈ ഒരു പൊസിഷൻ കാരണം ഈ കാറിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പറയുന്നത് ഡ്യൂ ടു പൊസിഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോളൂ, ഒരു ബോ ആൻഡ് ആരോ ഉണ്ട് അല്ലേ, വില്ലും പിന്നെ അമ്പും ഉണ്ട്. ഈ അമ്പിൽ ഒരു സ്ട്രിങ് ഉണ്ട് അല്ലെ, ഒരു സ്ട്രിങ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചപ്പോൾ ഇതിലൊരു എനർജി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊരു സവിശേഷമായ ക്രമീകരണമാണല്ലോ. അപ്പൊ ഇതിനാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിലുള്ള എനർജി എന്ന് വെച്ചാൽ കോൺഫിഗറേഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ഒബ്ജെക്ട്സ് ഡ്യൂ ടു their പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ പൊസിഷൻ കാരണമാണോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണമാണോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നിശ്ചിത ഹൈറ്റിൽ ഒരു കോക്കനട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഹൈറ്റ് ആ പൊസിഷൻ കാരണമുള്ള എനർജി ആണല്ലോ. അതുകൊണ്ട് ഇത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണ്. ഇവിടെ ഈ കംപ്രസ്ഡ് സ്പ്രിംഗ് ആയാലോ, ഒരു സവിശേഷമായ രീതിയിൽ ഇതിനെ ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ആണ്. ഇവിടെ വാട്ടർ ടാങ്കിലുള്ള വാട്ടർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു പൊസിഷൻ. പോൾ വാൾട്ട് ആണെങ്കിലോ ഇതൊരു പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ഒരു കോൺഫിഗറേഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇനി നോക്കിക്കോളൂ, പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്. ഇ പി പൊട്ടൻഷ്യൽ എനർജി ആണ്, അതുകൊണ്ട് പി എന്ന് കൊടുത്തത് കേട്ടോ. ഈസ് ഈക്വൽ ടു എം ജി എച്ച്. എം എന്ന് വെച്ചാൽ മാസ്, ജി എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നിങ്ങൾക്ക് അറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 10 ആയിട്ട് എടുക്കും, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കും. എച്ച് എന്ന് വെച്ചാൽ എത്ര ഹൈറ്റിലേക്കാണ് ഉയർത്തിയത് എന്നാണ്, എത്ര ഹൈറ്റിലാണ് ഉള്ളത് എന്നാണ് എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഇതേ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ കുറച്ചു മുമ്പ്, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്നൊരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. ആ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി തന്നെയാണ് ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതേ ഒരു ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇനി നോക്കിക്കോളൂ, കൈനറ്റിക് എനർജി പറഞ്ഞ കാര്യം തന്നെയാണ്. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തുവിന്റെ ചലനം മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇ കെ. കൈനറ്റിക് എന്നാണ് ഇ കെ എന്ന് വെച്ചാൽ കൈനറ്റിക് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സിമ്പിൾ ഇക്വേഷൻ ആണ്, ഹാഫ് എം വി സ്ക്വയർ. ഇതിൽ എം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മാസ്, വി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെലോസിറ്റി. അങ്ങനെയാണ് ഈ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് പറയാം കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൈനറ്റിക് എനർജി എന്തൊക്കെയാണ്. എം ഉണ്ട്, വി ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? മാസ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ആ ഫ്ലോ ചാർട്ടാണ് കൊടുത്തത്. മെക്കാനിക്കൽ എനർജി രണ്ട് ടൈപ്പ് ആണ്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി കാണേണ്ട ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി രണ്ട് തരമുണ്ട്, ഡ്യൂ ടു പൊസിഷനും ഉണ്ട്, ഡ്യൂ ടു കോൺഫിഗറേഷനും ഉണ്ട്. അതിൽ ഡ്യൂ ടു പൊസിഷൻ അതിന്റെ ഇക്വേഷൻ പഠിക്കാനുള്ളത് എം ജി എച്ച്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, എനർജി ട്രാൻസ്ഫോർമേഷൻ എന്നൊരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നു. ഉദാഹരണത്തിന് ഫാൻ കറങ്ങുമ്പോൾ ഇലക്ട്രിക് എനർജി എന്താവുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഒരു ബൾബ് പ്രകാശിക്കുമ്പോഴോ ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. പെട്രോൾ കാർ ആണെങ്കിലോ കൺവേർട്സ് കെമിക്കൽ എനർജി, പെട്രോളിലുള്ള കെമിക്കൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നു. ജനറേറ്റർ ആണെങ്കിലോ അത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ജനറേറ്റർ കറങ്ങുമ്പോൾ ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നു. റേഡിയോ ആണെങ്കിലോ റേഡിയോയിൽ ഇലക്ട്രിക് എനർജി വേണം അല്ലേ, അത് വർക്ക് ചെയ്യാൻ. അത് എന്ത് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്? സൗണ്ട് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ബലൂൺ ടോയ് കാറിൽ ഇവിടെ ഒരു കാര്യം നമുക്ക് നോക്കാം. ഒരു സ്ട്രെച്ച്ഡ് ബലൂണിൽ, ഒരു ഇൻഫ്ലാറ്റഡ് ബലൂണിൽ, വീർപ്പിച്ച ബലൂണിൽ എന്ത് എനർജിയാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആണല്ലേ. അതിനൊരു പ്രത്യേകമായ കോൺഫിഗറേഷൻ അല്ലേ, അതിന്റെ ബലൂൺ വീർപ്പിച്ചപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ മാറി. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ എനർജിയാണ് അതിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതിൽ പറഞ്ഞ ഇത്ര മാത്രമാണ്, എനർജി ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല,
ഒരു രൂപത്തിലുള്ള എനർജിയെ മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാൻ മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. വൺ ഫോം ഓഫ് എനർജി, ഒരു ഫോമിലുള്ള എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ്, മറ്റു ഫോമുകളിലേക്ക് മാറ്റാം. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വിത്തൗട്ട് ലോസ് ഓർ ഗെയിൻ ഓഫ് എനർജി. അതായത് എനർജി അതിൽ നിന്ന് ലോസ് ചെയ്യാൻ പാടില്ല. ആകെ എനർജി ലോസ് ചെയ്തുകൂടാ, കുറഞ്ഞുകൂടാ. പിന്നെയോ ആകെ എനർജിയിൽ വർധനവും ഉണ്ടായിക്കൂടാ. ദിസ് ലോ ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് എനർജി എന്തൊക്കെയാണ്? വർക്കും എനർജിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ രണ്ടും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതിന് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെയോ ബോത്ത് വർക്ക് ആൻഡ് എനർജി ഹാവ് ദ സെയിം യൂണിറ്റ്. എന്താണത്? ജൂൾ എന്ന യൂണിറ്റ് ആണ് രണ്ടിനും വരുന്നത്. From where do we mainly get the energy needed for our various activities? നമ്മുടെ വിവിധ ആക്ടിവിറ്റീസിനുള്ള മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് വെച്ചാൽ അത് സൺ ആണ്, സൂര്യനാണ്. നോക്കിക്കോളൂ, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം മെയിൻ ആയിട്ട് എവിടെ നിന്ന് വരുന്നതാണ്? പ്ലാന്റ്സിൽ നിന്ന് വരുന്നതാണല്ലേ. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അത് പ്ലാന്റ്സിൽ നിന്ന് വരുന്നതാണ്. ഈ പ്ലാന്റ്സിലായ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നു? ഫോട്ടോസിന്തസിസ് സമയത്ത് അല്ലേ. ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സണ്ണിൽ നിന്നുള്ള എനർജി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എനർജി സണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെയോ വേറെ എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഹൗ ഈസ് ദ എനർജി ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ റിലേറ്റഡ് ടു സൺ? അതായത് പെട്രോളിലും ഡീസലിലുമുള്ള എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവ ഫോസിൽ ഫ്യൂവൽസ് ആണല്ലേ, പെട്രോളും ഡീസലും. ഫോസിൽ ഫ്യൂവൽസ് വേർ മെയ്ഡ് ഫ്രം റിമൈൻസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ചെടികളുടെയും അതേപോലെ ആനിമൽസിന്റെയും ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടായിട്ടുള്ളത്. അനേകം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലടിഞ്ഞ ജീവജാലങ്ങളിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടായിട്ടുള്ളത്. ദ എനർജി സ്റ്റോർഡ് ഇൻ ദം, അവയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള എനർജി എന്ന് വെച്ചാൽ ഈസ് മെയ്ഡ് ബൈ സൺസ് എനർജി, സൂര്യന്റെ ഊർജം കൊണ്ടാണ് ഉണ്ടായത്. ഫോട്ടോസിന്തസിസ് വഴിയൊക്കെ മില്യൺ ഇയേഴ്സ് എഗോ അല്ലെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. നോക്കിക്കോളൂ, ഒരു ഡാമിലെ വെള്ളം ഒഴുകുമ്പോൾ ജനറേറ്റർ കറങ്ങിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു, ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർ ഇൻ ദ ഡാം ഹാസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ഒരു ഡാമിലുള്ള വാട്ടറിന് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, അതാണ് അതിനുള്ളത്. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴോ അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല കൈനറ്റിക് എനർജി കൂടി ഉണ്ടാകുന്നുണ്ട് അല്ലെ. മൂവ്മെന്റ് കാരണം കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. വെൻ ദ ടർബൈൻ ഓഫ് ജനറേറ്റർ റൊട്ടേറ്റ്സ്, റൊട്ടേറ്റർ കറങ്ങുമ്പോഴോ ആ ടർബൈൻ കറങ്ങുമ്പോഴോ മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നു. വെൻ ദ ജനറേറ്റർ വർക്ക്സ്, ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക് എനർജി ഉണ്ടാകുന്നു. ബൾബ് ഗ്ലോ ചെയ്യുമ്പോഴോ ഈ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് ഒരു ബൾബ് പ്രകാശിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് എനർജി ഉണ്ടാകുന്നുണ്ട്? ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. അടുത്ത ടോപ്പിക് പവർ ആണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം. സിമ്പിൾ ഇക്വേഷൻ അല്ലേ. എന്താണ്? വർക്ക് എത്ര ജോലി ചെയ്തു അല്ലെങ്കിൽ എത്ര പ്രവൃത്തി ചെയ്തു ഹരിക്കണം എത്ര സമയം കൊണ്ട് ചെയ്തു എന്ന് ചെയ്താൽ പവർ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ അടിയിൽ ടൈം എന്ന് കണ്ടാൽ ഡിവൈഡ് ബൈ ടൈം എന്ന് കണ്ടാൽ അതിന് നമുക്ക് റേറ്റ് എന്ന് പറയാം, അതിന്റെ നിരക്ക് എന്ന് പറയാം. എന്താണ് മുകളിലുള്ളത്? വർക്കാണ്. അപ്പൊ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതാണ് പവർ. അല്ല ഇങ്ങനെ പറയാം, പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലെ. ഒരു ടൈം ആണ് അടിയിൽ കൊടുത്തില്ല അല്ലെ, പെർ യൂണിറ്റ് ടൈം. എന്താണ് പവറിന്റെ യൂണിറ്റ്? വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. WATT, വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ക്യാപിറ്റൽ ലെറ്റർ W കൊണ്ട് അതിനെ സൂചിപ്പിക്കാം. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹോഴ്സ് പവർ എന്ന യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. വാഹനങ്ങളുടെയും മെഷീൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അതില് ഒരു ഹോഴ്സ് പവർ എത്രയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. ഒരു HP എന്ന് വെച്ചാൽ 746 വാട്ട് ആണ്. 746. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഈ 15 കിലോജൂൾ വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം എന്ന ഇക്വേഷൻ ഓർമ്മിക്കുക. വർക്ക് എത്രയാണ്? 15 കിലോ ജൂൾ. ആ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എക്സ്ട്രാ 3 പൂജ്യം കൂടെ ഇടണം അല്ലെ. അപ്പൊ 15,000 ജൂൾ W കിട്ടി. ഇനി ടൈമോ 20 സെക്കൻഡ്. സെക്കൻഡ് എന്നത് തന്നെയാണല്ലോ നമ്മുടെ SI യൂണിറ്റ്, അതുകൊണ്ട് 20 സെക്കൻഡ് തന്നെയാണ്. ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. 15,000 ഡിവൈഡ് ബൈ 20 ചെയ്താൽ അത്ര കിട്ടും 750 ജൂൾ. അതാണ് പവർ ആണല്ലേ. അപ്പോൾ ഇവിടെ
750 വാട്ട് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.